അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ കുറച്ച് കോമൺ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ജനറൽ ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സർക്കുലാർ റിങ്ങിന്റെ നമ്മളുടെ ജനറൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓർമ്മയുണ്ടോ? അതേപോലെ ഒരു സർക്കുലാർ ഡിസ്കിന്റെ നമ്മളുടെ ജനറൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/2. അതേപോലെ if we are having a hollow sphere, ഒരു ഹോളോ സ്പിയറിന്റെ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr². ഹോളോ സ്പിയർ ആണ് 2/3 2/3 mr² അല്ലേ? Yes. അതേപോലെ ഒരു സോളിഡ് സ്പിയറിന്റെ നമ്മളുടെ ജനറൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇറ്റ് ഇസ് 2/5 mr². ഇതിന്റെയൊക്കെ വേറെ കുറച്ച് മൊമെന്റ് ഓഫ് ഇനേഷ്യയും കൂടി ഓർത്ത് വെക്കുന്നത് നമുക്ക് ഇവിടെ നമ്മളുടെ പ്രോബ്ലം സോൾവിങ്ങിന് ആവശ്യമാണ്. അതായത് ഇതൊക്കെ റോൾ ചെയ്യുന്ന ആക്സിസ് അല്ലേ? റിങ്ങിന്റെയും ഡിസ്കിന്റെയും 4 സിറ്റുവേഷനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓർത്ത് വെക്കണം. 4 സിറ്റുവേഷനുള്ള. അതേപോലെ തന്നെ സ്പിയർ ഹോളോ സ്പിയറും സോളിഡ് സ്പിയറും ആണെങ്കിൽ അതിന്റെ 2 സിറ്റുവേഷനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. അത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളുള്ളത്. അപ്പം ഒരു ജനറൽ ആക്സിസ് എന്ന് പറയുമ്പം ആ റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് അല്ലേ? അതല്ലത്. ഇനി റിങ്ങിന്റെ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഇത് ഡയമീറ്റർ ആണ്. അത് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. റിങ് നിൽക്കുന്നത് Z ആക്സിസിലാണ്, അല്ല റിങ് നിൽക്കുന്നത് XY പ്ലെയിനിലാണ് വിചാരിച്ചു. XY പ്ലെയിനിലാണ് വിചാരിച്ചു. അതിനാണ് Z ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² അല്ലേ? അങ്ങനെയാണ് X ആക്സിസും Y ആക്സിസും ഡയമീറ്ററിലൂടെയാണ് പാസ് ചെയ്യുക. റിങ് നിൽക്കുന്ന XY പ്ലെയിനിലാണ്. Z ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² ആണെങ്കിൽ X ആക്സിസ് ആണെങ്കിലും Y ആക്സിസ് ആണെങ്കിലും അത് ഡയമീറ്ററിലൂടെയാണ് പാസ് ചെയ്യുക അല്ലേ? ഇമാജിൻ ചെയ്യാൻ പറ്റുണ്ടോ? അങ്ങനെയാണ് IZ = IX + IY എന്നുള്ള ലോജിക് ഉപയോഗിക്കുകയാണെങ്കിൽ mr² = ID + ID എന്ന് എഴുതാൻ പറ്റും. അപ്പം 2ID = mr². അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്ററിനെ mr²/2 അല്ലേ? അപ്പം റിങ്ങിന്റെ ഡയമീറ്ററിനെ വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/2 അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന റിങ്ങിന്റെ ടാൻജന്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. റിങ്ങിന്റെ ടാൻജന്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് ചെയ്യാന്നാല് ഇതല്ലേ ടാൻജന്റ്. ടാൻജന്റും ഡയമീറ്ററും പാരലൽ അല്ലേ? പിന്നെ ഡയമീറ്റർ റിങ്ങിന്റെ സെന്റർ ഓഫ് മാസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം പഠിച്ചിട്ടില്ലേ? I = ICM + MH². അതിന്റെ ഹെൽപ്പ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നാല് നമുക്ക് ഇവിടെ എന്താണ് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മള് ICM എന്ന് പറയുന്നത് ഡയമീറ്ററിന് എടുക്കും. ICM ഡയമീറ്റർ. H പകരം എന്തായിരിക്കും? H എന്ന് പറയുന്നത് 2 ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? അതിന് പകരം നമുക്ക് R എടുത്തൂടെ? അപ്പം mr²/2 + mh² പകരം mr² വരും. അപ്പം mr² പുറത്തെടുത്ത് 1/2 + 1 അത് 3/2 അല്ലേ? അപ്പൊ ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ 3/2 mr² അല്ലേ? റിങ്ങിന്റെ ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ 3/2 mr² അല്ലേ? ഇനി അടുത്തതായിട്ട് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ആക്സിസ് ഇമാജിൻ ചെയ്യും. ആ ടാൻജന്റിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഇല്ലേ? ഇത് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു റെഡ് കളർ ആക്സിസും ഈ ഒരു ആക്സിസും പാരലൽ അല്ലേ? അപ്പൊ റെഡ് കളർ ആക്സിസ് സെന്റർ ഓഫ് മാസിലൂടെയാണ് പാസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അവിടെ നമുക്ക് ഈ ഒരു പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുകയാണെങ്കിൽ ICM + MH². ICM-ന് വേറെ mr² എടുക്കണം. H എന്ന് പറയുന്നത് ഇവിടെ R തന്നെയാണ് അല്ലേ? H എന്ന് പറയുന്നത് ഇവിടെ R തന്നെയല്ലേ? അങ്ങനെയാണ് mr² + mr², which is 2 mr².
ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നാല് ആ റിങ്ങിന്റെ 4 സിറ്റുവേഷനുള്ള ആക്സിസിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ മനസ്സിലായി. റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിലൂടെ പാസ് ചെയ്യുന്നത് mr², അല്ലെ? റിങ്ങിന്റെ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ 2mr². ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ 3/2mr². 3/2mr². ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/2, അല്ലെ? ഇതേ സെയിം ലോജിക് നമുക്ക് ഡിസ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസ്കിന്റെ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. ഡിസ്കിന്റെ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിക്കും. അപ്പം സെയിം സിറ്റുവേഷനിൽ ID + ID = mr²/2 എന്നാ വരിക. അതായത് 2ID = mr²/2. അപ്പം ID എന്ന് പറയുന്നത് mr²/4 അല്ലേ? പിന്നെ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിസ്കിന്റെ ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് ചെയ്യുന്നാല് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുമ്പോൾ mr²/4 ആണ് ICM, h എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ mr²/4 + mr², പുറത്തെടുത്ത 1/4 + 1 5/4 അല്ലേ വരിക? അപ്പോൾ 5/4 mr² എന്ന് കിട്ടും. ആരെ മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഡിസ്കിന്റെ ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, അല്ലെ? ഡിസ്കിന്റെ ടാൻജന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ തന്നെ ആ ഡിസ്കിന്റെ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ നമുക്ക് ഇതേ ലോജിക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം. പക്ഷേ ICM എടുക്കേണ്ടത് ആ റെഡ് കളർ ആക്സിസ് ആണ്, അല്ലെ? റെഡ് കളർ ആക്സിസ് അല്ല ICM എടുക്കേണ്ടത്. അപ്പം mr²/2 + mr² കിട്ടും. mr²/2 + mr² എന്ന് പറയുമ്പോൾ 1/2 + 1 അല്ലെ? 3/2 mr² അല്ലേ വരിക? ആണോ? പറ്റുമെങ്കിൽ ഇതിനൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാം. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. ഡിസ്കിന്റെയും 4 ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, റിങ്ങിന്റെയും 4 ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. നോർമൽ ആയിട്ടുള്ള റോൾ ചെയ്യുന്ന ആക്സിസ്, ഡയമീറ്റർ, ടാൻജന്റ് പെർപെൻഡിക്കുലർ, അല്ലെ? റിങ്ങും ഡിസ്കും ഒക്കെ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അല്ലെ? പക്ഷേ ഹോളോ സ്ഫിയറും സോളിഡ് സ്ഫിയറും ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യണ്ട എന്നാല് 2/3 mr² അതിന്റെ റോൾ ചെയ്യുന്നുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നതും അതേ ആക്സിസ് തന്നെ അല്ലേ? അല്ലെ? അപ്പൊ ഡയമീറ്ററിന് പ്രത്യേകമായിട്ട് വേറൊരു ഫോമിൽ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ? പിന്നെ അതേപോലെ തന്നെ ഹോളോ സ്ഫിയറിന് ഡയമീറ്ററിന്റെ പ്രത്യേകമായി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അല്ലെ? പക്ഷെ ടാൻജന്റിന്റെ പഠിക്കണം. ടാൻജന്റ് കണ്ടുപിടിക്കണം ഏത് തിയറാ യൂസ് ചെയ്യാം? പാരലൽ ആക്സിസ്. അപ്പം ICM + mh² എന്ത് ചെയ്യാം? നമുക്ക് ICM എന്ന് പറയുന്നത് 2/3 mr² ആണ് പ്ലസ് mr². 2/3 mr² + mr², 2/3 + 1 കിട്ടും. അത് 5/3 അല്ലേ വരിക? അല്ലെ? അപ്പൊ ഇതിൻ്റെത് 5/3 mr² ആണ്. ആരെ? ടാൻജന്റ് ഉണ്ടെങ്കിൽ പിന്നെ ടാൻജന്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതും സ്റ്റിൽ ഇറ്റ് ഇസ് ടാൻജന്റ്. ടാൻജന്റ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതും ടാൻജന്റ് തന്നെയാണ്, അല്ലെ? ഇമാജിൻ ചെയ്തൂടെ? അതേപോലെ സോളിഡ് സ്ഫിയറിനും നമ്മൾ എന്ത് ചെയ്യുന്നാല് നമ്മളെ സെയിം ലോജിക് അപ്ലൈ ചെയ്യും. ഏത് ലോജിക്? ഡയമീറ്റർ എന്ന് പറയുന്നതും 2/5 mr² തന്നെ ആയിരിക്കും, അല്ലെ? പക്ഷെ ടാൻജന്റ് ഓർത്ത് വെക്കുകയാണെങ്കിൽ ടാൻജന്റ് എന്ന് പറയുന്നത് ഇതാണല്ലേ? ആ ടാൻജന്റ് പാരലൽ ആക്സിസ് തിയറം ആണെങ്കിൽ ICM + mh², ദാറ്റ് ഇസ് 2/5 mr² + mr²നെ പുറത്തെടുത്തിട്ടുണ്ട്. 2/5 + 1 എന്ന് പറയുമ്പോൾ 7/5 അല്ലേ? 7/5 mr² എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവരൊക്കെ ബേസ് ഉണ്ടാക്കി. ഈ സാധനങ്ങളുടെ ഒക്കെ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കി. ഇതൊക്കെ ക്ലിയർ അല്ലേ? ഇനി അതേപോലെ ഓർത്ത് വെക്കേണ്ട വേറൊരാളാണ് റോഡ്. ഒരു വളരെ തിന്നായിട്ടുള്ള റോഡ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോഡിനെ കുറച്ച് തിക്കായിട്ട് വരയ്ക്കുന്നത്. ഒരു L ലെങ്ത്തും M മാസും ഉള്ള വളരെ തിന്നായിട്ടുള്ള റോഡ് എടുത്തു. ആ റോഡിന്റെയും സെന്റർ ഓഫ് മാസിലൂടെ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ആക്സിസ് ഇല്ലേ? സെന്റർ ഓഫ് മാസിലൂടെ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ആക്സിസ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അത് 1/12 ml² ആണ്.
സെന്റർ ഓഫ് മാസിലൂടെ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ 1/12 ml². ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ റോഡിന്റെ ഒരു എൻഡിലുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യ, ആ റോഡിന്റെ ഒരു എൻഡിലുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യനെ നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ? പക്ഷെ എച്ചിന് പകരം ഇവിടെ ആർ അല്ല എടുക്കേണ്ടത്, എല്ലും അല്ല, എച്ചിന് പകരം ഇവിടെ എന്താ എടുക്കേണ്ടത്? L/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ICM plus MH², 1/12 ml² plus ml²/4 അല്ലേ? ചെയ്ത് നോക്ക്, ആൻസർ എന്താ കിട്ടുന്നത്? /4 പുറത്തെടുത്തൂടെ? ml²/4 രണ്ടും പുറത്തെടുക്കാം അല്ലേ? പിന്നെ 1/3 ml² എന്ന് കിട്ടുന്നുണ്ട് അല്ലേ? ഇത് നമ്മളൊന്ന് മെമ്മറൈസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇനി ഇത് വെച്ചിട്ടുള്ള ഗെയിംസ് ആണ്, അപ്പം ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി അല്ലേ? അപ്പൊ ഇതിനെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യുന്നാല്, നമ്മളിപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ 3 റിങ്, ആ 3 റിങ് ഇങ്ങനെയാണ് നിൽക്കുന്നത് വിചാരിച്ചു. അതിന്റെ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ഉണ്ട്? എത്ര റിങ് ഉണ്ട്? 3 റിങ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത് I1 plus I2 plus I3 ചെയ്താലല്ലേ കിട്ടുക. മൊമെന്റ് ഓഫ് ഇനീഷ്യ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അവിടെ വെക്ടർ അഡീഷൻ ഒന്നുമില്ല, ഓരോന്നിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ ആഡ് ചെയ്താൽ മതി അല്ലേ? മൊമെന്റ് ഓഫ് ഇനീഷ്യ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ല, വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ല, ഒരു ടെൻസർ ആണ്. ഇറ്റ്സ് നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതിനെ 3 എണ്ണമായിട്ട് ഇമാജിൻ ചെയ്തിട്ട്, ഇത് ഫസ്റ്റ് സ്ഫിയർ, സെക്കൻഡ് സ്ഫിയർ, ഇത് തേർഡ് സ്ഫിയർ ആയിട്ടല്ലേ, തേർഡ് റിംഗ് ആയിട്ട് 3 റിംഗ് അല്ലേ? 3 റിംഗ് ആയിട്ട് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നാല്, നമുക്ക് ഇവിടെ ഏതൊക്കെ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് സെയിം? 1-ന്റെയും 3-ന്റെയും ആണോ, 1-ന്റെയും 2-ന്റെയും ആണോ, ഏതിന്റെയാ? 1-ന്റെയും 2-ന്റെയും. അതെ, 1-ന്റെയും 2-ന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഏത് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ? നോർമൽ ആക്സിസിന്റെ ആണോ, ഡയമീറ്ററിന്റെ ആണോ, ടാൻജന്റ് ആണോ, ടാൻജന്റ് പെർപെൻഡിക്കുലറിന്റെ ആണോ? ടാൻജന്റ് ആണ്. അപ്പം 1-ഉം 2-ഉം എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ടാൻജന്റ് ആണ് അല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ടാൻജന്റ് ഫോർമുല ഓർക്കുന്നുണ്ടോ? അയ്യോ സോറി, 3/2 mr². 3/2 mr². അപ്പൊ 2 into 3/2 mr² അല്ലേ? പ്ലസ് തേർഡ് റിംഗിന്റെ ആ ആക്സിസ് എന്ന് പറയുന്നത് ഏതാ? അത് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നു. സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന റോളിംഗ് ആക്സിസ് ആണോ, ഡയമീറ്റർ ആണോ? അത് നോക്ക്, ഡയമീറ്റർ ആണ് അല്ലേ? ഡയമീറ്റർ അല്ലേ? അപ്പൊ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, റിംഗിന്റെ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? mr²/2 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ mr² കോമൺ ആയി പുറത്തെടുക്കാം. പിന്നെ എന്താ ഉണ്ടാവും? 3 + 1/2 അല്ലേ ഉള്ളത്? എത്ര കിട്ടാം? 7/2 mr². 7/2 mr² കിട്ടില്ലേ? ഇനി ഇതിപ്പം റിംഗ് അല്ലേ പറഞ്ഞത്? അതെ. ഇത് റിംഗിന് പകരം സർക്കുലാർ ഡിസ്ക് ആണെങ്കിലോ? സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ I1 സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തു. സെയിം മെത്തേഡ് തന്നെ. I1 + I2 പകരം എന്ത് കൊടുക്കണം? I1 + I2 പകരം 5/4 mr². 2 into 5/4 mr² പ്ലസ് I3 വരെ എന്താ കൊടുക്കേണ്ടത്? I3 പകരം mr²/4. mr²/4 അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതേ ചോദ്യം നമ്മൾ സോളിഡ് സ്ഫിയറിലാണെങ്കിലോ? ആദ്യം തേർഡിന് പകരം 2/5 mr² കൊടുക്കണം. മറ്റേതിന് പകരം 2/5 പ്ലസ് 2 into എന്താക്കണം? 2 into 2/5 mr² പ്ലസ് mr². 2/5 mr² പ്ലസ് mr² പ്ലസ് mr². 2/5 mr². 7/5 mr². 2 into 7/5 mr² പ്ലസ് അല്ല സർ, ഞാൻ ബ്രാക്കറ്റ് ഓർക്കുന്നില്ലേ? അല്ല സർ, ബ്രാക്കറ്റ് ഉള്ളിലല്ലേ? ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും നമുക്ക്.
അപ്പൊ ഈ സ്ട്രാറ്റജി നിനക്ക് മനസ്സിലായി അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ഞാനിപ്പോ എന്ത് ചെയ്യുന്നാല് നമ്മളിപ്പോ ഇവിടെ ഒരു XYZ ആക്സിസ് ഇമാജിൻ ചെയ്തു. ഇത് നമ്മളുടെ X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് Z ആക്സിസ്. അതിന്റെ മേലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നാല് മാസുകൾ വെക്കാണ്. മാസുകൾ പോയിന്റ് മാസിനെ വെച്ചെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു മാസ് ഉണ്ട്. ആ മാസിനെ ഞാൻ എന്ത് ചെയ്യുന്നാല് 2 കിലോഗ്രാം ആന്ന് പറഞ്ഞു. അതിന്റെ കോർഡിനേറ്റ്സിനെ ഞാൻ പറയാണ് 300. അതേപോലെ വേറൊരു മാസ് ഇവിടെ ഉണ്ട്, അത് 5 കിലോഗ്രാം ആണ്. 5 കിലോഗ്രാം. അതിന്റെ കോർഡിനേറ്റ്സിനെ ഞാൻ ഇവിടെ 0, 2, 0. വേറൊരു മാസ് ഇവിടെ ഉണ്ട്, അത് ലെറ്റ്സ് സേ ഇറ്റ് ഇസ് 10 കിലോഗ്രാം. അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടാൽ തന്നെ അറിയാലോ, 0, 0, 0 അല്ലെ? ഇനി അടുത്തൊരു മാസ് ഇവിടെ ഉണ്ട്, അത് ഏത് പ്ലെയിനിലാണ് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ XZ പ്ലെയിനിലാണ് നിൽക്കുന്നത് അല്ലെ? XZ പ്ലെയിനിലാണ് നിൽക്കുന്നത്. അതിന്റെ അതിപ്പം എന്ത് ചെയ്യുന്നാല് അതും ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഇസ് എ 3 കിലോഗ്രാം മാസ്. അതിന്റെ കോർഡിനേറ്റ്സ് -2, 0, -2 ആണ്. ഓക്കെ, അതിന്റെ നമുക്ക് X ആക്സിസിനെ വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയണം. ഇഫ് ദ ആക്സിസ് ഇസ് ത്രൂ ദ X ആക്സിസ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ വെച്ചു? സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പോയിന്റ് മാസ് ഇല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പോയിന്റ് മാസിന് I = mr² എന്ന റിലേഷൻ യൂസ് ചെയ്തിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ M എന്ന് പറയുന്ന മാസ്, R എന്ന് പറയുന്ന ആ സബ്സ്റ്റൻസിന്റെ റേഡിയസ് അല്ല, അതിന്റെ ആക്സിസ് റൊട്ടേഷനിലേക്കുള്ള ദൂരം അല്ലേ? ആക്സിസ് റൊട്ടേഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലേ? I = mr². R റേഡിയസ് അല്ലല്ലോ, സബ്സ്റ്റൻസിന്റെ റേഡിയസ് അല്ലല്ലോ. അല്ല. അപ്പം വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ് ആണ് എടുക്കേണ്ടത് വെച്ചോ. വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ് ആണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ആരെ കൺസിഡർ ചെയ്യണ്ട? കൺസിഡർ ചെയ്യണ്ട. കാരണം 2 കിലോഗ്രാമും 10 കിലോഗ്രാമും R വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അയാൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് 5 കിലോഗ്രാം പ്ലസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് 3 കിലോഗ്രാം ആയിരിക്കും അല്ലെ? അതില് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് 5 കിലോഗ്രാമില് നമ്മൾ M എത്ര എടുക്കേണ്ടത്? 5 അല്ലേ? R² എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? 2. അതെ, എന്താ എടുക്കേണ്ടത്? 2² അല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് 3 കിലോഗ്രാം എന്തായിരിക്കും? 3 into -2². അതായത് നമ്മൾ അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യലി -3, -2 എന്നൊക്കെ പറയുന്നത് ഇതിന്റെ കോർഡിനേറ്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാനല്ലേ? ആ X ആക്സിസിൽ നിന്ന് 3ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് 2 തന്നെ ആയിരിക്കും അല്ലേ? -2² എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, സ്ക്വയർ ചെയ്താ അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നാല് പിന്നെ എന്ത് ചെയ്താൽ നമ്മള് 3 into 2². What's your answer for that? 5 into 4 plus 3 into 4. 32. 32 അല്ലേ? 32 കിലോഗ്രാം മീറ്റർ സ്ക്വയർ അല്ലേ? അങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് ആണെങ്കിലോ? വിത്ത് റെസ്പെക്ട് ടു Y ആണെങ്കിൽ Yയിലുള്ള സാധനങ്ങൾ എടുക്കണം. അപ്പോൾ ഏതൊക്കെയാ എടുക്കേണ്ടത്? 5 എടുക്കണ്ട, 10 എടുക്കണ്ട അല്ലേ? ഇങ്ങനെയുള്ളത് എടുക്കണം അല്ലേ? അപ്പം എന്താ കിട്ടുക? 2 into 3² plus 3 into 2² plus 3 into 2² അല്ലേ? ബാക്കി ചെയ്താൽ കിട്ടും അല്ലേ? വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ് ആണെങ്കിലോ? Z ആക്സിസ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസിന്റെ എന്താ കിട്ടിയത് പറഞ്ഞ്? 2 into Y ആക്സിസിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ 2 ഉം 3 അല്ലേ എടുക്കണ്ടേ?
അതെ 2 into 3 സ്ക്വയർ ഇത് റെഡിയാണ്. അതെ 3 into എന്താ എടുക്കണ്ടേ? 2 സ്ക്വയർ അല്ലേ? നോക്ക്. അതായത് ആ ഇവിടെ 3 എന്ന് പറയുന്ന സാധനത്തിനെ കാണുന്നില്ലേ? അതെ 6 എന്ന് പറയുന്നത് എന്താ ആക്ച്വലി? 6 എന്ന് പറയുന്നത് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 കിലോഗ്രാം y ആക്സിസിലേക്കുള്ള ഷോർട്ടസ്റ്റ് അല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഓക്കെ. അപ്പം അത് ഈ ഡിസ്റ്റൻസ് ഓ അല്ലേ? അങ്ങനെ. അല്ലേ? യെസ് യെസ്. ഓക്കെ y ആക്സിസിലാവുമ്പം ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്? അതെ അതെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഈ ഡിസ്റ്റൻസ് എത്രയാ? ഇത് 2 ആണ്, -2 ആണ്. അതെ. ന്യൂമറിക്കലി നോക്കുമ്പോ 2 അല്ലേ? യെസ് യെസ്. ഈ ഡിസ്റ്റൻസും ന്യൂമറിക്കലി 2 അല്ലേ? ഓക്കെ യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ് നമ്മൾ ഇവിടെ 6 പ്രിഫർ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു 0 ആണ്. അപ്പം 6 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0യോ? അതായത് നീ ഇപ്പൊ ഇമാജിൻ ചെയ്യ്, നമുക്ക് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വെച്ചോ. എക്സ് പ്ലെയിൻ ആണ്. ഇതാണ് നമ്മുടെ Z ആക്സിസ്, ഇത് നമ്മളെ എക്സ് ആക്സിസ് അല്ലെ? ഇതാണ് നമ്മുടെ ആ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ആക്സിസിൽ നിന്നും Z ആക്സിസിൽ നിന്നും ഒക്കെ ഒരു 2 ഡിസ്റ്റൻസിലാണ് അല്ലേ? അതെ. അപ്പൊ ഇതല്ലേ മാസ്? ഇതാണ് നമ്മുടെ 3 കിലോഗ്രാം മാസ് ഇവിടെ ഉള്ളത്. ഇതല്ലേ നമ്മൾ 6? അപ്പൊ പൈത്തഗോറസ് തിയറം അല്ലേ എടുക്കേണ്ടത് അല്ലേ? അതെ. 6 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആക്ച്വലി 2√2 ആണ്. 2√2 ആണ്. അപ്പൊ r² എന്ന് പറയുന്നത് 4 into 2 അല്ലേ? അപ്പൊ അത് 8 ആണല്ലേ വരിക? അതെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 2 into 3 സ്ക്വയർ പ്ലസ് 3 into 8 സ്ക്വയർ. 3 into 8 സ്ക്വയർ വേണ്ട, ഞാൻ r² ആണുള്ളത്, r² അല്ലത്. അപ്പൊ 3 into 8. കാര്യം മനസ്സിലായോ? മനസ്സിലായി. യെസ്. വാട്ട് ഈസ് യുവർ ആൻസർ? 18 plus 24 42 കിലോഗ്രാം മീറ്റർ സ്ക്വയർ അല്ലേ? യെസ്. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ് ആണെങ്കിൽ അപ്പൊ നീ Z ആക്സിസിനെ മാത്രം കാണും. Z ആക്സിസിനെ മാത്രം കാണുന്ന സമയത്ത് ഇവിടെ ആരെ എടുക്കണ്ട? സെറ്റിലുള്ള സാധനങ്ങൾ എടുക്കണം. 5ഉം 2ഉം മാത്രമേ എടുക്കാൻ ആവശ്യമുള്ളൂ. ആരൊക്കെയാണ് ആവശ്യം വരിക? 5ഉം 2ഉം എടുക്കേണ്ടി വരും. 3യോ? 3 സെറ്റിന്റെ മേലെ. 3 Z ആക്സിസിലാണോ? 3 ഉള്ളത് XZ പ്ലെയിനിലല്ലേ? സോറി, പ്ലെയിനിലാണ്. അല്ലെ? ഇമാജിൻ ചെയ്യാൻ പറ്റുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ എടുക്കണ്ട? 10നെ മാത്രം എടുക്കണ്ട, ബാക്കി 3 ആളെ എടുക്കേണ്ടി വരും. അല്ലെ? 10നെ മാത്രമല്ലേ എടുക്കേണ്ടാത്തുള്ളൂ, ബാക്കി 3 ആളെ എടുക്കണ്ടേ? എടുക്കണം. ലോജിക് കിട്ടിയോ? കിട്ടി. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ് ആണ് നമ്മൾ ഓരോരോ ആൾക്കാരെ നോക്കുക. ഓരോ പ്രശ്നത്തിനും ഓരോ സാധനത്തിനും പരിഹരിച്ചാൽ മതി. അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5ന്റെ എടുക്കണം അല്ലെ? 5ന്റെ ഇവിടെ 6 എന്താ? അതായത് 5ൽ നിന്ന് Z ആക്സിസിലേക്കുള്ള ദൂരം 2 ആണ്. അപ്പം 5 into 2 സ്ക്വയർ അല്ലെ? പ്ലസ് 2നെ എടുക്കണ്ടേ? 2 കിലോഗ്രാം എടുക്കണ്ടേ? അതെ. 2ൽ നിന്ന് Z ആക്സിസിലേക്കുള്ള ദൂരം എന്താ? 3 സ്ക്വയർ. അതെ, 2 into 3 സ്ക്വയർ അല്ലെ? പ്ലസ് അടുത്തത് 3 into 2 സ്ക്വയർ. അടുത്തത് നമ്മൾ ആരെടുക്കണം? 3 എടുക്കണം. ഇവിടെ അപ്പൊ 2√2 ആണോ 2 ആണോ എടുക്കേണ്ടത്? 2 എടുത്താൽ മതി. കാരണം Z ആക്സിസിലേക്കുള്ള 3 കിലോഗ്രാം എന്നുള്ള ദൂരം 2 ആണ് അല്ലേ? ക്ലിയർ അല്ലേ? വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? പറ്റുന്നുണ്ട്. 3 into 2 സ്ക്വയർ അല്ലേ? സോ വാട്ട്സ് യുവർ ആൻസർ ഫോർ ദാറ്റ്? 20 plus 18 plus 12 അല്ലേ? Which will give us 52 അല്ലേ? അപ്പം ഈ ഒരു ലോജിക്കും നിനക്ക് ക്ലിയർ ആയി അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത ലെവൽ എന്ന് പറയുമ്പം നമുക്കിപ്പോ എന്ത് ചെയ്യുന്നാല് നമുക്ക് ഇനി ഞാൻ പറയുന്നത് നോക്കിക്കോ. Let us imagine that here we are having a disk. ഒരു ഡിസ്ക് ഉണ്ട്, കാണുന്നില്ലേ? ആ ഒരു ഡിസ്കിന്റെ മേലെ നമ്മൾ വേറൊരു ഡിസ്കിനെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഇങ്ങനെ ഒരു ഡിസ്കിനെ ഒട്ടിച്ചു വെച്ചു.
കണ്ടോ? Okay. ആ ഒരു ഡിസ്കിന്റെ മുകളിൽ തന്നെ നമ്മൾ അടുത്തതായിട്ട് വി ആർ സ്റ്റിക്കിംഗ് ഓൺ അനദർ ഡിസ്ക് വിച്ച് ഇസ് ലൈക്ക് ദിസ്. അടുത്തൊരു ഡിസ്കിനെ ഇങ്ങനെ ഒട്ടിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താന്ന് വെച്ചു. എല്ലാ ഡിസ്കും ഐഡന്റിക്കൽ ആണ്. സെയിം മാസ് സെയിം റേഡിയസ്, സെയിം മാസ് സെയിം റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി? ആദ്യം ഫസ്റ്റ് ഡിസ്കിന്റെ മനസ്സിലായില്ലേ? അതിന് നമ്മൾ പേര് കൊടുക്കട്ടെ വെറുതെ. 1, 2, 3 ആരൊക്കെയാ സിമിലർ? 1ഉം 3ഉം സിമിലർ ആണ്. അതിൽ ആരെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക? 2ന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഡിസ്കിന്റെ ഏതാണ്? ഡയമീറ്റർ ആണോ അതോ നോർമൽ ആയിട്ടുള്ള ആക്സിസ് ആണോ, റോളിംഗ് ആക്സിസ് ആണോ? നോർമൽ ആക്സിസ്. അതെ, റോളിംഗ് ആയിട്ടുള്ള ആക്സിസ് അല്ലേ. അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ ഡിസ്കിന്റെ? mr²/2 ആണ്. അപ്പൊ mr²/2 that we know. പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയല്ലേ, 1ന്റെയും 3ന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും എന്നറിയില്ലേ? അപ്പൊ അതിനെ ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് മാത്രം നോക്കിയേ. ആ പ്രശ്നത്തിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന തിയറം, ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന പാരലാക്സ് തിയർ ആണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിനേക്കാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാണ്? പാരലാക്സ് തിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പാരലാക്സ് തിയർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയണം. നമുക്ക് ഫസ്റ്റ് ഡിസ്ക് മാത്രം കണ്ട് ഫസ്റ്റ് ഡിസ്കിന്റെ നമുക്ക് എന്ത് ചെയ്യണം? ആ റെഡ് കളർ ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. പാരലാക്സ് തിയർ അറിയണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കണം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസിലൂടെ ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയണം. ഫസ്റ്റ് ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസിലൂടെ ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡയമീറ്റർ അല്ലേ? അപ്പം അത് നമുക്ക് അറിയില്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡയമീറ്റർ ഓഫ് എ ഡിസ്ക് അറിയാം. അപ്പൊ ഇവിടെ ICM എന്ന് പറയുന്നത് ID ആണ്. അത് എത്രയാ? mr²/2 + mr². അതായത് ഞാൻ ചോദിക്കുന്നത് ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? 3/2 mr². അല്ല, ഓക്കെ, സോറി, അത് mr²/4. mr²/4 ആണ് അല്ലേ? ഡിസ്ക് ആണ്. ഡിസ്കിന്റെ ഡയമീറ്റർ ആയതുകൊണ്ട് mr²/4 അല്ലെ? നമ്മള് മറ്റൊന്നും ഉണ്ടാക്കിയില്ലേ? അപ്പൊ പിന്നെ ഇവിടെ H എന്താന്ന് അറിയണം. ഇതല്ലേ H? H എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോ നമുക്ക് എന്ത് പറയാം? നോക്ക്, ആ ഒരു 2 റിങ്ങിനെ മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ആയിരിക്കില്ലേ? അപ്പം H എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി 6 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നാല് mr²/4 ആണ് ICM, H 6 ആണ്. therefore I1 എന്ന് പറയുന്നതിനെ ICM + mh² എന്ന് എഴുതാം. that should be equal to നമുക്ക് എന്ത് പറയാം? mr²/4 + mr² എന്ന് എഴുതി കൂടെ? that will give us 5/4. yes, 5/4 mr². നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ ഈ സിറ്റുവേഷനിലും ഇതാണെന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ that is equal to എന്ത്? I3 also. ശരിയല്ലേ? അങ്ങനെയാണ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് I1 + I2 + I3 ആണ്. which is 2I1 + I2 എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. which is 2 × I1 എന്ന് പറയുന്നത് എന്താ? 5/4 mr² plus I2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇതാ? mr²/2. mr²/2. and what's your answer for this? 3 mr². 3 mr² എന്നാണ് കിട്ടുന്നത് അല്ലേ? സോ ഈ ഒരു ലോജിക്ക് നിനക്ക് കത്തി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഇതിലിപ്പം ഈ ഒരു ചോദ്യത്തിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഞാൻ പറയാണ്, നടുവിലുള്ളത് ഒരു റിംഗ് ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പരിപാടി നടക്കൂലേ? മറ്റേ ഡിസ്ക് തന്നെ വേണം, പക്ഷെ നടുവിലുള്ള റിംഗ് ആക്കിയാലും വി വിൽ ഹാവ് ദ സെയിം സിറ്റുവേഷൻ അല്ലേ? നടുവിലുള്ള ഒരു റിംഗ് ആക്കുകയാണെങ്കിൽ അപ്പൊ എന്ത് കിട്ടും? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി വരാം? mr²/2 മാറ്റിയിട്ട് mr². ഇതിനെ മാറ്റിയിട്ട് mr² ആക്കുക. ബാക്കിയൊക്കെ സെയിം അല്ലേ? ക്ലിയർ? ഇനി നമ്മൾ അടുത്ത സിറ്റുവേഷൻ എന്താ പറഞ്ഞാല്, അടുത്ത സിറ്റുവേഷൻ നമുക്കിപ്പം ഒരു
ഡിസ്ക്, ഇതൊരു ഡിസ്ക് ആണ്. ആ ഡിസ്കിനെ ബോർഡിന് ഫ്ലാറ്റ് ആയിട്ട് വെച്ചതാണ്, ബോർഡിന് ഫ്ലാറ്റ് ആയിട്ട്. ഈ ഡിസ്കിന്റെ റേഡിയസ് ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് 2r. ഈ ഡിസ്കിന്റെ മാസ് m1 ആണ്. ആ ഡിസ്കിന്റെ മേലെ വേറൊരു ഡിസ്ക് വെച്ചു. മുകളിൽ നമ്മൾ വേറൊരു ഡിസ്ക് വെച്ചു. ആ വെച്ച ചെറിയ ഡിസ്കിന്റെ റേഡിയസ് r ആണ്. അതിന്റെ മാസ് m2. നമ്മളോട് ചോദിക്കുന്നത് ഡിസ്ക്, വലിയ ഡിസ്കിന്റെ സെന്ററിലൂടെ ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന്റെ നെറ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. വലിയ ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ വലിയ ഡിസ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് m2 എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം അല്ലെ. അപ്പോഴും ഇവിടെ എന്താ ചെയ്യേണ്ടത്? I ആണോ, I1 + I2 ആണോ, I1 + I2 + I3 ആണോ, എന്താണ്? I1 + I2 പിന്നെ പാരലൽ ആക്സിസ് യൂസ് ചെയ്യാം. I1 + I2 ആണ്. അതിൽ ആരെയാണ് നമുക്ക് നേരെ അറിയുന്നത്? I1 അറിയാം അല്ലേ? I1 അറിയാം. I1 എത്രയാ? mr²/2. mr²/2 and we will write this as m1 r² ന് പകരം എന്താക്കാം? 2r². r the whole square by 2 അല്ലേ? Yes. അപ്പം m1 into 4r²/2 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 2m1 r². Can I write like this? Yes. I1 ആയില്ലേ? ആയില്ലേ? അതേപോലെ I2 കണ്ടുപിടിക്കണേ. അപ്പൊ നീ പറഞ്ഞ മാതിരി തന്നെ എന്ത് യൂസ് ചെയ്യണം? പാരലൽ. Yes, we'll have to use the parallax theorem. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ നേരെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയാം. പാരലാക്സ് തിയറം ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? ഇതെന്താ? ആ റെഡ് ഡിസ്കിന്റെ ഈ ആക്സിസ് എന്ന് പറയുന്നത് ടാൻജന്റ് ആണോ, ടാൻജന്റ് പെർപെൻഡിക്കുലർ ആണോ? ടാൻജന്റ് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് ആ ഫോർമുല നേരെ അറിയില്ലേ? അതെ. 3/2 mr². 3/2 mr² ആണ്. അപ്പൊ നമുക്ക് ആ റെഡ് കളർ ഡിസ്കിന്റെ ആ നമ്മളെ കാണിച്ചിരിക്കുന്ന റെഡ് കളർ ആക്സിസ് എന്ന് പറയുന്നത് ടാൻജന്റ് പെർപെൻഡിക്കുലർ ആണ്. അത് 3/2 mr² നമുക്ക് നേരെ മനസ്സിലായി അല്ലേ? അങ്ങനെയാണ് 3/2 m-ന് പകരം എന്ത് കൊടുക്കണം? m-ന് പകരം m2 അല്ലേ? r² പകരം we have to substitute capital R². Am I correct? Yes. ഇനി ഇവിടെ വേറൊരു ഐഡിയയും കൂടി ഒരു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാല് രണ്ട് ഡിസ്കും സെയിം മെറ്റീരിയലുമാണ്, സെയിം തിക്നെസ്സും ആണ്. രണ്ട് ഡിസ്കും സെയിം മെറ്റീരിയലും സെയിം തിക്നെസ്സും ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിസ്കും സെയിം മെറ്റീരിയലും സെയിം തിക്നെസ്സും ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രണ്ടിന്റെയും മാസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചൂടെ? അപ്പം രണ്ട് ഡിസ്കിനും സെയിം മെറ്റീരിയലും സെയിം തിക്നെസ്സും ആണെങ്കിൽ അതിന്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? ഒരു യൂണിറ്റ് ഏരിയയുടെ മേലുള്ള മാസ് രണ്ടിനും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അപ്പം സെയിം തിക്നെസ്സും സെയിം മെറ്റീരിയലും ആണെങ്കിൽ മാസ് പെർ യൂണിറ്റ് ഏരിയ കോൺസ്റ്റന്റ് ആയിരിക്കും. മാസ് പെർ യൂണിറ്റ് ഏരിയ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്ക് എന്താണ്? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോജിക്ക് ഞാൻ സിഗ്മ എന്ന് പറയുന്നത് രണ്ട് ഡിസ്കിന്റെയും മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു. വലിയ ഡിസ്കിന്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്കിന്റെ മാസ് വിച്ച് ഇസ് m1 ഡിവൈഡഡ് ബൈ വലിയ ഡിസ്കിന്റെ ഏരിയ അല്ലേ? വലിയ ഡിസ്കിന്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാ? πr². അതായത് 2r the whole square അല്ലേ? അത് എന്തായിരിക്കും? m1 by pi 4r² അല്ലേ? And this is the mass per unit area for the larger disk. അതേപോലെ മാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ സ്മോളർ ഡിസ്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? m2 by pi r². m2 by pi r² അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം അല്ലേ?
അപ്പം m1 by pi into 4r square which should be equal to m2 by pi into എന്ത് r square. And you could just strike off the pi r square, and now we are having a relation between m1 and m2. m2 എന്ന് പറയുന്നതും m1 എന്ന് പറയുന്നതും relation. m1 is equal to എന്താ 40 4 into 10. 4 into m2 അല്ലേ? ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ആ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇതേപോലത്തെ സ്ട്രാറ്റജിയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട പരിപാടി പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നാല് we have to write the answer in terms of m2 അല്ലേ? അപ്പൊ ഈ i1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ ഈ m1 പകരം എന്ത് കൊടുക്കാം? 4m2 എന്ന് കൊടുത്തൂടെ? അപ്പം i1 is equal to 2 into 4m2 r square അല്ലേ? which will give us 8m2 r square. Is it clear to you? Yes. ഇനിയിപ്പോ നമ്മുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് i1 പ്ലസ് i2 അല്ലേ? Yes. അത് അപ്പൊ എന്ത് കിട്ടും? 8m2 r square plus 3/2 m2 r square അല്ലേ? Yes. അപ്പൊ അവിടെ നിന്ന് m2 r square കോമൺ ആയി പുറത്തെടുത്തിട്ട് പിന്നെ എന്ത് വരും? 8 plus 3/2 അല്ലേ? Yes. ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എമ്മിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസറും കിട്ടി അല്ലേ? ലോജിക്ക് മനസ്സിലായില്ലേ? അപ്പൊ ആറിന്റെ കാര്യം തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? ലാർജർ ഡിസ്കിന്റെ റേഡിയസ് ആണ് തരുന്നതെങ്കിൽ ആ റേഡിയസ് എന്ന് പറയുന്നത് 6 അല്ല 2r ആണ് അല്ലേ? അത് നമുക്കറിയില്ല, അതിനനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്യല്ലോ. അപ്പം ഇത് 1 upon another സിസ്റ്റം, അതിന്റെ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായി അല്ലേ? ഇനിയിപ്പം ഇവിടെ വേറൊരു ഡിസ്കും കൂടി ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെയിം തന്നെ എന്ത് ചെയ്യാം? അതിനെ തേർഡ് ഡിസ്ക് ആയിട്ട് എടുക്കും. തേർഡ് ഡിസ്കും എന്ത് ചെയ്യും? സെയിം റേഡിയസും സെയിം മാസും ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? i3 എന്ന് പറയുന്ന i1 പ്ലസ് i2 പ്ലസ് i3 എന്ന് എടുക്കും അല്ലെ? ആ i3 എന്ന് പറയുന്നതും എന്തായിരിക്കും? i2 തന്നെ ആയിരിക്കും അല്ലെ? ആ ലോജിക് അറിയില്ലേ? ഇനി നമ്മൾ ഇതിന്റെ വേറൊരു സിറ്റുവേഷൻ, ഇത് 1 upon another അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഒരു റെഡ് കളർ അല്ലെ ബ്ലാക്ക് കളർ വലിയ ഡിസ്ക് ഇല്ലേ ഉണ്ട്, ആ ഡിസ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാല് നമ്മളൊരു കാവിറ്റി ഉണ്ടാക്കി. അതായത് ആ ഡിസ്കിൽ നിന്ന് ഒരു ഹോള് ഇങ്ങനെ ഡിഗ് ചെയ്ത് ഒഴിവാക്കി. ബാക്കിയുള്ള പോർഷൻ ഇതാണ്. നൗ വി ആർ ഇമാജിനിങ് ദാറ്റ് ആ ഒരു ബ്ലാക്ക് കളർ ഡിസ്കിൽ നിന്ന് ആ ഒരു റെഡ് കളർ ഡിസ്കിന്റെ പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഈ റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് വെച്ചു നമ്മളെ ആ റെഡ് കളർ ആക്സിസിനെ വെച്ചിട്ട് തന്നെ. അപ്പൊ ലോജിക്ക് മനസ്സിലായോ? അപ്പം ആ റെഡ് കളർ ഡിസ്കിൽ നിന്ന് ഒരു 6 റേഡിയസ് ഉള്ള ആ ഒരു ഡിസ്കിനെ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്, പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. റിമൈനിങ് സാധനത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇത് കാവിറ്റി സിറ്റുവേഷൻ എന്ന് പറയും. ഈ സാഹചര്യങ്ങളൊക്കെ കാവിറ്റി സിറ്റുവേഷൻ. ആ കാവിറ്റി സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എന്തായിരിക്കും എന്നാൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എന്ത് ചെയ്താൽ i1 മൈനസ് i2 എടുത്താൽ i1 മൈനസ് i2. അതായത് എന്ത് ചെയ്യാം? മറ്റേതില് 1 upon another അല്ലേ? ഇതില് ഒരു സാധനത്തുനിന്ന് ഒരു സാധനത്തിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പം ഈ i1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം അറിയണം കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. i2 കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം അല്ലേ? i1ന്റെ കാൽക്കുലേഷൻ i2യുടെ കാൽക്കുലേഷൻ സെയിം അല്ലേ? അപ്പൊ i1ന്റെ കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? അതായത് അല്ല, നമ്മുടെ ഫൈനൽ ആൻസർ എന്താ കിട്ടിയ ഇവിടെ? 8m2r² എന്നല്ലേ i1 കിട്ടിയത്? മൈനസ് i2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3/2 m2r². ബാക്കിയുള്ള കാൽക്കുലേഷൻ ഒന്നും പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. m2r² into 8 minus 3/2 എന്ന് കിട്ടില്ല ഇവിടെ? ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ലോജിക്കും നിനക്ക് കിട്ടി അല്ലേ? Yes. ഇനി
ഇനി നമ്മളോട് എന്ത് ചെയ്യുന്നാല് നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സ്ക്വയർ ഷീറ്റ്, ഒരു സ്ക്വയർ ഷീറ്റും ഒരു സ്ക്വയറിനോണ്ടുള്ള ഒരു റോഡ് ഉപയോഗിച്ചുള്ള സ്ട്രക്ചറും ഡിഫറെന്റ് ആണ്. ഇതിപ്പം എന്താണ്, ഒരു റോഡിനെ സ്ക്വയർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. മറ്റേത് ഒരു സ്ക്വയർ ഷീറ്റ് ആണ്. ഈ രണ്ട് സാധനങ്ങളുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിനൊരു പ്രോബ്ലം ആയിട്ട് പറയട്ടെ. ഇവിടെ ഈ റോഡുകൾ വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കിയില്ലേ, അതിന്റെ മൊത്തം മാസ് 4m ആണ്. ഓരോ സൈഡിന്റെ ലെങ്ത്തും L L L L ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ നടുവിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആക്സിസ് ഇതാണ്, ഈ കാണുന്ന ആക്സിസ്. ആ സ്ക്വയറിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താ പറഞ്ഞാല് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലേ. റോഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 1/12 ml². റോഡിന്റെ ഒരു എൻഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ 1/3 ml². അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി, നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 റോഡായിട്ട് ഇമാജിൻ ചെയ്തോടെ, റീകൺസിഡർ ചെയ്തോടെ. അപ്പം ഇങ്ങനെ ഒരു സിംഗിൾ റോഡ് എടുത്തു. ആ സിംഗിൾ റോഡിന്റെ നമ്മളിപ്പോ പറഞ്ഞ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ പറഞ്ഞു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന തിയറം എപ്പോഴും ഏതാ, പാരലാക്സ് തിയറം. അപ്പൊ നമുക്ക് പാരലാക്സ് തിയറത്തിന്റെ ഹെൽപ്പ് ഉപയോഗിച്ചു നമുക്ക് ഈ റോഡിന്റെ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡയറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാം, സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നത് അല്ലേ. We know the moment of inertia of this particular axis അല്ലേ. അത് ഇവിടെ ഒരു ICM ആയിട്ട് ആക്റ്റീവ് അല്ലേ. ആ ICM എന്ന് പറയുന്നത് ഇവിടെ 1/12 ml² ആയിരിക്കില്ലേ അല്ലേ. അപ്പം ഇത് 1/12 ml² ആണ്. അങ്ങനെയാണ് ഇതായിരിക്കില്ല H. ഇവിടെ H എത്രയാ? L/2. അതെ, H L/2 ആണ്. H L/2 ആണെങ്കിൽ L/2 H ഉള്ള ഒരു സാധനത്തിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ, 1/12 ml² പ്ലസ് 1/12 m L/2 the whole square അല്ലേ. അപ്പൊ ഇത് ml²/3 എന്ന് അറിയില്ലേ, ക്ലിയർ അല്ലേ. അതായത് ഒരു റോഡിനോണ്ട് ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ, ml²/3 അല്ലേ. അങ്ങനെയാണ് ഇവിടെയുള്ള ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് കിട്ടും, 4. അതെ, 4 × ml²/3, അതായത് 4/3 ml². ക്ലിയർ അല്ലേ. ഇനി ഇതൊരു സ്ക്വയർ ഷീറ്റ് ആണെങ്കിൽ, ഇതൊരു സ്ക്വയർ ഷീറ്റ് ആണ്. ആ സ്ക്വയർ ഷീറ്റിന്റെ നമ്മളുടെ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് സ്ക്വയർ ഷീറ്റിനെ നമുക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള കുറെ റോഡുകള് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഷീറ്റ് ഉണ്ടാക്കിയെന്നുള്ളത് ഇമാജിൻ ചെയ്തൂടെ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറെ റോഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഷീറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ റോഡുകളുടെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് അല്ലേ ഇത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ലെങ്തിനെ ഞാൻ L എന്ന് എടുക്കുകയാണെങ്കിൽ 1/12 ml² എന്തായാലും എടുക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള കുറെ റോഡുകളുടെ കോമ്പിനേഷൻ ആണ് ഈ ഷീറ്റ് എന്ന് ഇമാജിൻ ചെയ്തൂടെ. ആ റോഡിന്റെയും സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഒരു സ്ക്വയർ ഷീറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 2 ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ള റോഡുകളുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഈ ആക്സിസ് കേട്ടോ, ഈ ആക്സിസ്
അപ്പൊ ഇവിടെ നമ്മള് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സ്ക്വയർ ഷീറ്റ് ആണെങ്കിൽ അത് 1/12 ml² പ്ലസ് 1/12 ml² എന്ന് ഇമാജിൻ ചെയ്യേണ്ടി വരും. അതിലുള്ള എം എന്ന് പറയുന്നത് എന്താ? ഈ മൊത്തം ഷീറ്റിന്റെ മാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 × 1/12 ml² എന്ന് കിട്ടും, വിച്ച് വിൽ ഗീവ് us ml²/6 അല്ലേ? ആണോ? ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് ഞാൻ പറയട്ടെ, നോക്കിക്കോ. ഇതൊരു ഡിസ്ക് ആണ്. ഡിസ്ക്. ആ ഡിസ്കിന്റെ നമുക്ക് അറിയാം ഈ ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അറിയില്ലേ? എത്രയാ? mr²/2. mr²/2. ആ ഡിസ്കിന് മുകളിൽ വേറൊരു ഡിസ്ക് വെച്ചു, അതിന്റെ മുകളിൽ വേറൊരു ഡിസ്ക് വെച്ചു, അതിന്റെ മുകളിൽ വേറൊരു ഡിസ്ക് വെച്ചു, അതിന്റെ മുകളിൽ വേറൊരു ഡിസ്ക് വെച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരു സിലിണ്ടർ ആവില്ലേ? ആ സിലിണ്ടർ എന്ന് പറയുന്നതിന്റെയും ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ആ ഡിസ്കിന്റെ മാതിരി തന്നെ ആയിരിക്കും. എന്ത്? mr²/2 അല്ലേ? അങ്ങനെയാണ് ഡിസ്ക് കട്ടി വെച്ചിട്ടുണ്ടാവുന്ന സാധനമാണ് സിലിണ്ടർ. അപ്പൊ സിലിണ്ടറിന്റെയും ആ ഡിസ്കിന്റെയും ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം അല്ലേ? ആണ്. ഇനി റിങ് കട്ടി വെച്ചിട്ടുണ്ടാവുന്ന എന്തായിരിക്കും? ഒരു ഹോളോ സിലിണ്ടർ ആയിരിക്കും അല്ലെ? പൈപ്പ്. അപ്പൊ റിങ് കട്ടി വെച്ചിട്ടുണ്ടാവുന്ന ആ ഒരു സാധനം ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടറിന്റെ ഈ ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? mr² അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇതിപ്പോ നമ്മൾ ഒരു സോളിഡ് സിലിണ്ടർ ആണെന്ന് ഇമാജിൻ ചെയ്യും. ഒരു സോളിഡ് സിലിണ്ടർ. ആ സോളിഡ് സിലിണ്ടറിന്റെ ഈ ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്നാണ് ചോദിച്ചത്. അതിന് നമുക്ക് തന്നിരിക്കുന്നത് സോളിഡ് സിലിണ്ടറിന്റെ റേഡിയസ് r ആണ്, സോളിഡ് സിലിണ്ടറിന്റെ മൊത്തം മാസ് m ആണ്, സോളിഡ് സിലിണ്ടറിന്റെ ലെങ്ത് l ആണ്. കാണുന്നില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ആക്സിസ് അല്ലല്ലോ? അല്ല. അങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാലും മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഒന്ന് ഇതൊരു ഡിസ്കിന്റെ ഡയമീറ്ററിലൂടെയുള്ള ആക്സിസ് ആണെന്ന് ഇമാജിൻ ചെയ്തൂടെ? ഡിസ്കിന്റെ ഡയമീറ്ററിലൂടെയുള്ള ആക്സിസ് ആണ്. അപ്പം അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് നമുക്ക് എന്താ അറിയാം? ഡിസ്കിന്റെ ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? mr²/4. mr²/4. വേറെ നമ്മൾ പെരിഫറി കൂടെ നോക്കുകയാണെങ്കിൽ ഇതൊരു റോഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണെന്ന് ഇമാജിൻ ചെയ്തൂടെ? ലെങ്ത് ഉള്ള റോഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്യണം. പ്ലസ് 1/12 ml². ക്ലിയർ ആണോ? ആ ആക്സിസിനെ നമുക്ക് ഒരു റോഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിട്ട് ഇമാജിൻ ചെയ്യാം, ഒരു ഡിസ്കിന്റെ ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. ഇത് ഏത് സിലിണ്ടറാ? സോളിഡ് സിലിണ്ടർ ആണോ ഹോളോ സിലിണ്ടർ ആണോ? ഏതാ? ഹോളോന്റെ ആണോ mr²/4? ഫിൽഡ് ആയിട്ടുള്ള ഉള്ളില് സോളിഡ് സിലിണ്ടർ അല്ലേ? ഒരു ചോക്ക് ഇമാജിൻ ചെയ്യാം. ചോക്ക് ഒരു സോളിഡ് സിലിണ്ടർ ആണ് അല്ലേ? അതിന്റെ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്ലിയർ ആണോ? ഇനി ഒരു ഹോളോ സിലിണ്ടർ എടുത്തു, അല്ലെങ്കിൽ ഒരു പൈപ്പ്. ആ പൈപ്പിന്റെ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അപ്പൊ എന്തായിരിക്കും? mr²/2 പ്ലസ് 1/12 ml². അതെ, mr²/2 പ്ലസ് 1/12. mr² ആണോ ml² ആണോ? ml². ക്ലിയർ അല്ലേ? ഇനി ഇതൊരു സോളിഡ് സിലിണ്ടർ ആണ്. ആ ഒരു സോളിഡ് സിലിണ്ടറിന്റെ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? mr²/2 അല്ല mr²/4 പ്ലസ് 1/12 ml² പ്ലസ് ml/2. അപ്പം വേണ്ട, ഞങ്ങൾക്ക് ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നേരെ അറിയില്ലേ? റോഡിന്റെ ഒരു എൻഡിലൂടെയുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നേരെ അറിയില്ലേ? അത് ml²/3. അതെ, അപ്പൊ ml²/3. ക്ലിയർ? ഇനി ഇതേ സാധനം ഒരു ഹോളോ സിലിണ്ടർ ആണെങ്കിലോ? mr²/2 പ്ലസ് ml²/3. mr²/2 പ്ലസ്
ml square by 3. ക്ലിയർ അല്ലേ? അല്ലേ? ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ടുള്ള അടുത്തൊരു പ്രോബ്ലം പറയട്ടെ. അടുത്തൊരു പ്രോബ്ലത്തിൽ എന്താണെന്നാല് നമ്മളൊരു സ്ക്വയർ ഷീറ്റ് അവർ തന്നു. ആ ഒരു സ്ക്വയർ ഷീറ്റിന്റെ മാസ് അവർ തന്നിരിക്കുന്നത് m1 ആണ്. അല്ലെ ചിലപ്പോ തന്നിട്ടൊന്നുമില്ല. ഒരു സ്ക്വയർ ഷീറ്റ് തന്നു, എന്നിട്ട് പറയാണ് ആ സ്ക്വയർ ഷീറ്റിന്റെ സൈഡ് ലെങ്ത് ഇല്ലേ, അത് 4r ആണ്. ഈ സ്ക്വയർ ഷീറ്റിൽ നിന്ന് 6 റേഡിയസ് ഉള്ള 4 ഡിസ്കിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. 6 റേഡിയസ് ഉള്ള 4 ഡിസ്കിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ആ റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ ഷീറ്റിൽ നിന്ന് 4 ഡിസ്കിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ആ റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചോദിച്ചു. സ്ക്വയർ ഷീറ്റ് കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ അതിന്റെ മാസ് വെറുതെ ഞാൻ പറയട്ടെ ഒരു 20 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ സ്ക്വയർ ഷീറ്റിന്റെ മാസ് 20 കിലോഗ്രാം ആണ്. അതിനാണ് റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ലോജിക് എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? I1 പ്ലസ് I2 എന്നുള്ള ലോജിക് ആണോ I1 മൈനസ് I2 എന്നുള്ള ലോജിക് ആണോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? I1 മൈനസ് I2 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യും അല്ലേ? അപ്പം സ്ക്വയർ ഷീറ്റ് പിന്നെ ആക്സിസ് ചോദിച്ചത് ഇതാണ് കേട്ടോ. ആ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഷീറ്റിന്റെ സെന്ററിലൂടെ ആക്സിസ് പറയണം. ആക്സിസ് പറയാണ്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ആക്സിസ് എന്നും കൂടി ഇമാജിൻ ചെയ്തു അല്ലേ? ഇനി നമ്മള് ഇതിന്റെ സിറ്റുവേഷനെ സോൾവ് ചെയ്യണേ. നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം? സ്ക്വയർ ഷീറ്റിൽ നിന്ന് 6 റേഡിയസ് ഉള്ള 4 ഡിസ്ക് അല്ലേ കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അതിനെ ഒന്ന് സബ് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ 4 ഡിസ്കുകൾ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയുള്ളതാക്കല്ലേ. ഡിസ്കിന്റെ റേഡിയസ് അല്ലേ 6 പറഞ്ഞത്. അപ്പൊ 4r ഉള്ളതിൽ ഒരു 6 റേഡിയസ് ഉള്ള ഡിസ്കിന് ഡയമീറ്റർ 2r ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് 4 എണ്ണം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇമാജിൻ ചെയ്തൂടെ? അപ്പോൾ ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ റിമൈനിങ് ക്യാവിറ്റി സിറ്റുവേഷനിൽ ആ ക്യാവിറ്റിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് സബ്ട്രാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാം അല്ലേ? ഞാൻ പറയും അതിനെ I1 മൈനസ് 4I2 ആന്ന് പറയും. അതെന്താ? കാരണം 4 ഡിസ്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യം എന്തായിരിക്കും? I1. അതായത് ആ സ്ക്വയർ ഷീറ്റ് ഡിസ്ക് ഒന്നും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിന് മുന്നേ ആ സ്ക്വയർ ഷീറ്റ് ആസ് സച്ച് ഉള്ളപ്പം ആ ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരു ഡിസ്കിന്റെ ആ ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒരു ഡിസ്കിന്റെ ആ ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ നമ്മൾ I1 കണ്ടുപിടിക്കാം. I1 കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ സാധനം ഒരു ഷീറ്റിന്റെ ഇതാണെങ്കിൽ ml square by 6 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടില്ലേ? അപ്പം ആ ലോജിക്ക് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ m1 l സ്ക്വയറിന് പകരം 4r the whole square divided by 6 അല്ലെ? ഇവിടെ l എന്ന് പറയുന്നത് 4r അല്ലേ? അപ്പം m1 4r the whole square എന്ന് പറഞ്ഞാൽ 16r square അല്ലേ? by 6 അല്ലെ? സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 8/3 8/3 m1 r square അല്ലെ? I1. അതേപോലെ ഇനിയിപ്പോ നമുക്ക് ആ ഡിസ്കിന്റെ ആ ഒരു എന്താണ് ബ്ലൂ കളർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയണം അല്ലെ? അത് നമ്മൾ ഏത് തിയറാ യൂസ് ചെയ്യാം? പാരലൽ ആക്സിസ്. അപ്പം ആ I2 കണ്ടുപിടിക്കണേ നമ്മൾ പാരലൽ ആക്സ് തിയർ ആണ് യൂസ് ചെയ്യേണ്ടത്, വിച്ച് ഇസ് ICM plus MH square അല്ലേ?
അതിൽ ICM എന്ന് പറയുന്നത് നമുക്കിപ്പോ എന്ത് പറയാം? ICM എന്ന് പറയുന്നതിന് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ? ഇവിടെ ഈ ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യേക്കില്ല ICM. അതായത് പുറത്തേക്ക് പാസ് ചെയ്യുന്ന ആക്സിസ് ഇമാജിൻ ചെയ്യാൻ പറ്റൂലേ? അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ? ഡിസ്കിന്റെ നോർമൽ ആയിട്ടുള്ള ആക്സിസ് അല്ല, അത് ഡിസ്കിന്റെ നോർമൽ ആയിട്ടുള്ള ആക്സിസ് എന്താ? mr²/2 ആണ്. പ്ലസ് എന്ത്? m√2 mh² ആണ്. h എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് 6 ആണ്, ഇത് 6 ആണ് നമുക്കറിയാം അല്ലേ? അപ്പൊ ഇതാരാ? r√2 അല്ലേ? അങ്ങനെയാണെങ്കിൽ mr√2² അല്ലേ? അപ്പൊ ഇവിടെയും ഞാൻ ക്യാപിറ്റൽ R² തന്നെ ആക്കട്ടെ. അങ്ങനെയാണ് ഇവിടുന്ന് നമുക്ക് ആരെ പുറത്തെടുക്കാം? mr² പുറത്തെടുത്തു. പിന്നെ 1/2 പ്ലസ് 2 അല്ലേ? That will give us 3/2 അല്ലേ? പക്ഷെ ഈ എമ്മിനെ m2 ചെയ്തിട്ടെ ഞാൻ. അതൊരു ഡിഫറെന്റ് മാസ് അല്ലേ? 5/2 5/2 m2r². 1/2 പ്ലസ് 2 അല്ല അല്ലേ? 2 അല്ലേ വരുന്നത്? അപ്പൊ 5/2 ശരിയാ. 5/2 m2r² അല്ലേ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടാളുകൾ തമ്മിൽ റിലേഷൻ ഉണ്ടാവും. കാരണം എന്താണ്? ആ ഒരു സ്ക്വയർ ഷീറ്റ് നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതല്ലേ? അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്ത ഒരു ലോജിക് ഇല്ലേ? രണ്ടിന്റെയും മാസ് പെർ യൂണിറ്റ് ഏരിയ സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വലിയ ഷീറ്റിന്റെ മാസ് ഡെൻസിറ്റി അല്ലെ മാസ് പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കണേ. ടോട്ടൽ മാസ് വലിയ ഷീറ്റ് എന്താ? m1 എഴുതട്ടെ. ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ ഷീറ്റിന്റെ ഏരിയ എന്തായിരിക്കും? 4r² ആണ്. which will give us m1/16r² അല്ലേ? ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് ആ ഡിസ്കിന്റെ കേസിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാം? ഡിസ്കിന്റെ മാസ് എത്രയാ? ഡിസ്കിന്റെ മാസ് m2 കൊടുത്തിട്ടില്ലേ? ഡിവൈഡഡ് ബൈ ആ ഡിസ്കിന്റെ റേഡിയസ് ആണ്. ഡിസ്കിന്റെ ഏരിയ എന്തായിരിക്കും? πr² അല്ലേ? രണ്ടിന് ഇക്വേറ്റ് ചെയ്തൂടെ? m1/16r² is equal to n2/πr² അല്ലേ? ആരെ വെട്ടിക്കളയാം? r². അങ്ങനെയാണ് നമുക്കിവിടെ we are getting m2 is equal to πm1/16 അല്ലേ? അതിൽ m1 എത്രയാ നമുക്കറിയാം? 20 അല്ലേ? ഇനി നമ്മളിവിടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് I1 മൈനസ് ആര്? 4i2. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറിൽ എത്തൂലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് ഞാൻ ഇതേമാതിരി തന്നെ വേറൊരു ചോദ്യം പറയട്ടെ. അത് നീ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിള് അതും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 റോഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആ 3 റോഡിന്റെ ലെങ്ത്തുകൾ, ഓരോ റോഡിന്റെയും ലെങ്ത്തിനെ നമുക്കിപ്പോ ഇവിടെ മാസ് m തന്നെ എടുക്കാം. ലെങ്ത് L തന്നെ എടുത്തു.
ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എന്ത് ചെയ്യുന്നാല് നമ്മളുടെ സെൻട്രലിലുള്ള ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് സെൻട്രൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലേഴ്സ് ഇല്ലേ, പെർപെൻഡിക്കുലേഴ്സ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ചോദിച്ചത്. പെർപെൻഡിക്കുലേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചെയ്തു നോക്ക്. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ml²/3. അതിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ആകെ ഒരു പ്രശ്നമുള്ളൂ. നമുക്ക് എന്താ അറിയാം, ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇവിടെ I1 + I2 + I3 ആണെന്ന് എനിക്ക് അറിയില്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ 3I1 ആണെന്ന് നമുക്ക് അറിയാല്ലേ. മൂന്നിന്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആയിരിക്കും അല്ലേ. ആ I1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ICM + mh² ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും നിനക്കറിയാം അല്ലെ. അറിയാം. അതില് നമ്മളെ പ്രശ്നം H ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ആ കാര്യത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾ എന്തായിരിക്കും, ഒരു സൈഡിന്റെ രണ്ട് സൈഡ് നമ്മൾ 60. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും 30 അല്ലെ. അങ്ങനെയാണ് ഈ സൈഡ് ലെങ്ത് എത്രയായിരിക്കും, L/2. അപ്പൊ ഈ സൈഡ് ലെങ്തിനെ കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് കമ്പോണന്റ് അല്ലേ. അതെ. അപ്പം ആ ലോജിക് തന്നെയാണോ ചെയ്തത്, L/2 അതെ sin 30 അല്ലേ. ഏതാണ് L/2 tan 30. യെസ് sin 30 അല്ല, സോറി. L/2 എന്താണ് നമ്മളിവിടെ tan അല്ലേ. അപ്പം tan 30 എന്ന് പറയുന്നത് എന്താണ്, 1/√3. സോ H എന്ത് കിട്ടി, L/2√3. L/2 ഇൻറ്റു ഇവിടെ ഇങ്ങനെ √3 അല്ലേ. അപ്പം അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ I1 എന്ത് കിട്ടി, ICM കൊടുക്കാം 1/12 ml² പ്ലസ് m ഇൻറ്റു L/4 ഇൻറ്റു 3 അല്ലേ. അങ്ങനല്ലേ വരാ. സോറി ഞാൻ 3² എടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും, ml² പുറത്തെടുക്കാം, 1/12 പ്ലസ് എന്ത് 4 3s 12 അല്ലേ. അപ്പം what you going to get as I1 എന്ത് കിട്ടും, ml²/2 അല്ലേ. അങ്ങനെയാണ് I = എന്ത് കിട്ടും, 3 ml²/2. അപ്പം 3/2 ml² അല്ലേ. ക്ലിയർ അല്ലേ. അപ്പം ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യുന്നാല് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം അല്ലെ. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യയിൽ നമ്മൾ ഇപ്പൊ കിട്ടിയ ഒരു ലോജിക്കിനെ നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിലും ഇതേമാതിരത്തെ ചില സിറ്റുവേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനെ പറയട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് സെന്റർ ഓഫ് മാസിന് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് പഠിച്ചിട്ടില്ലേ. പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ നമ്മൾ m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പഠിച്ചിട്ടില്ലേ. 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു m1 മാസ് ഇവിടെ ഉണ്ട്, m2 മാസ് ഇവിടെ ഉണ്ട്,
ഈ രണ്ട് മാസുകളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ വെറുതെ എക്സ് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ എവിടെയെങ്കിലും മിഡിൽ പോയിന്റിൽ ഉണ്ടാവുമല്ലോ. ആ സെന്റർ ഓഫ് മാസിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണേ M1 സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം വേണേ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ M2 നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം വേണേ പറഞ്ഞു കൊടുക്കാം. അപ്പം വിത്ത് റെസ്പെക്ട് ടു M1 ആണ് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ ദൂരം പറയേണ്ടത് വെച്ചു. വിത്ത് റെസ്പെക്ട് ടു M1 ആണ് സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം പറയേണ്ടതെങ്കിൽ അങ്ങനെയാണ് M1 കോർഡിനേറ്റ്സിനെ നമുക്ക് ഒറിജിനൽ ആയിട്ട് ഇമാജിൻ ചെയ്തൂടെ. അപ്പൊ x1 എന്ന് പറയുന്നതിനെ 0 ആയിട്ട് ഇമാജിൻ ചെയ്യാം അല്ലെ. അങ്ങനെയാണ് x2 എന്ന് പറയുന്നതിനെ നമുക്ക് x എന്ന് ഇമാജിൻ ചെയ്തൂടെ, ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ ഫോർമുല ഒന്നുകൂടി ചുരുക്കിക്കൂടെ. We could write RCM is equal to എങ്ങനെ എഴുതാം, x1 0 ആയതുകൊണ്ട് 0 plus m2 x divided by m1 plus m2 ഇങ്ങനെ എഴുതി കൂടെ. അതിനെ വേണമെങ്കിൽ RCM അല്ലെ XCM is equal to m2x divided by m1 plus m2 അല്ലെ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ദൂരമാണ് നമ്മൾ ഇവിടെ XCM ആയിട്ട് അവതരിപ്പിച്ചത് അല്ലെ. ഇങ്ങനെ ഒരു ഫോർമുല യൂസ് ചെയ്യാം, അറിയാലോ. അപ്പം ഇനി ഞാൻ ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞാല് നമ്മുടെ പഴയ പ്രോബ്ലം തന്നെ ആയിട്ട് തോന്നും, പക്ഷെ ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് let us imagine that we are having a disk. ആ ഡിസ്കിന്റെ റേഡിയസ് 2r ആണ്. ആ ഡിസ്കിന്റെ മാസ് M1 ആണ്. ആ ഡിസ്കിന് മുകളില് നമ്മൾ വേറൊരു ഡിസ്ക് വെച്ചു. ആ ഡിസ്കിനെ നമുക്ക് പരിചയമില്ലേ, 6 റേഡിയസുള്ള ഡിസ്ക് വെച്ചു. നമ്മളോട് ചോദിക്കുന്നത് വലിയ ഡിസ്കിന്റെ സെൻട്രലിൽ നിന്ന് ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം. വലിയ ഡിസ്കിന്റെ സെൻട്രലിൽ നിന്ന് ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം ചോദിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ചെറിയ ഡിസ്കിന്റെ മാസിനെ നമുക്ക് എന്ത് ചെയ്യാം, M2 എന്ന് പറയാം അല്ലെ. അപ്പം ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് നേരെ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് റീകൺസിഡർ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഫസ്റ്റ് ഡിസ്ക് M1 മാസ് ഉള്ള മൊത്തം ഡിസ്കിന്റെ ഈ മാസിനെ ഇവിടെ ഒരു പോയിന്റിലല്ലേ കോൺസെൻട്രേറ്റ് നിൽക്കുന്നവരുണ്ടാവുക. അതേപോലെ തന്നെ സെക്കൻഡ് ഡിസ്കിന്റെ മൊത്തം മാസും ഇതാ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നവരല്ലേ ഉണ്ടാവുക ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തില് നമ്മൾ ഇവിടെ കാര്യങ്ങൾ നോക്കുകയാണ്. M1 M2 നമ്മളുടെ ഡിസ്റ്റൻസ് അപ്പൊ എന്തായിരിക്കും, ആ ഡയഗ്രം നോക്കി പറ. 6 അല്ലേ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സെയിം ലോജിക് അല്ലേ ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്നല്ലേ. അതായത് ഈ സിറ്റുവേഷൻ യൂസ് ചെയ്താ പോരെ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, M1 അവിടെ 0 കൊടുക്കാം. അത് പോയില്ലേ. അപ്പം M2 x പകരം M2r നിൽക്കട്ടെ, ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്രൊവൈഡഡ് M2 എന്ന് പറയുന്നത് ചെറിയ ഡിസ്കിന്റെ മാസ്, M1 എന്ന് പറയുന്നത് വലിയ ഡിസ്കിന്റെ മാസ്, R എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡയഗ്രത്തിൽ കാണുന്ന ചെറിയ ഡിസ്കിന്റെ റേഡിയസ് അല്ലെ. ഈ ലോജിക് നിനക്ക് വെളിവ് എത്തിയില്ലേ. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, രണ്ട് ഡിസ്കിന് ഒരേ തിക്നെസ്സും ഒരേ മെറ്റീരിയലും ആണെങ്കിൽ നമുക്ക് M1 M2 തമ്മിൽ റിലേഷൻ ഉണ്ടാക്കിയില്ലേ. M1 M2 തമ്മിൽ റിലേഷൻ ഇല്ലേ. ആ M1 M2 തമ്മിൽ ഉണ്ടാക്കിയ റിലേഷൻ എന്താ, linear mass density. M1 is equal to നമുക്ക് എന്ത് കിട്ടീന്, M2 by 4 അല്ലേ. ആ ലോജിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേറൊരു എക്സ്പ്രഷൻ കിട്ടൂലേ അല്ലേ. അതായത് M2 is equal to 4M1 എന്നുള്ളതാക്കി. അങ്ങനെയാണ് M2R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 നെ 4M1 അല്ല 4 M2 പകരം ഏതെങ്കിലും ഒന്ന് മാറ്റല്ലേ. അപ്പൊ M1 പകരം M2 by 4 എന്ന് കൊടുക്കല്ലേ. M2 by 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ
m2/4 പ്ലസ് m2 അല്ലേ? m2. Yes. അപ്പം നമുക്ക് എന്ത് കിട്ടും? m2 കോമൺ ആയി പുറത്തെടുക്കാം. 1/4 പ്ലസ് 1 എന്ന് പറയുന്നത് എത്ര? 5/4 അല്ലേ? അപ്പൊ m2 വെട്ടിക്കളയാം. 5/4 ആ 4 മേലോട്ട് വരില്ല അല്ലെ? ഇങ്ങനെയല്ലേ കിട്ടാം? Yes. അപ്പം ഈ ഡിസ്റ്റൻസിൽ നമുക്ക് ആരെ കിട്ടും? XCM കിട്ടും. അതായത് ഇതാണ് ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്ന് 4r/5 ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നീ ചെയ്യേണ്ടത് ഏതാ പറഞ്ഞാല് ഇതിന് പകരം ഒരു കാവിറ്റി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മള് കാവിറ്റി സിറ്റുവേഷൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഈ ഒരു പോർഷനെ മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റേ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ്. അപ്പൊ എങ്ങനെയാ എന്താ യൂസ് ചെയ്യുക സ്ട്രാറ്റജി? m1x minus m2x ആക്കണം. അതായത് ആ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഈ ഫോർമുലേനെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ കാവിറ്റി സിറ്റുവേഷനിലാണ് നമ്മളിപ്പം ഇവിടെ m1r1 മൈനസ് m2r2 ഡിവൈഡഡ് ബൈ m1 മൈനസ് m2 അല്ലെ? അപ്പം ഈ സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം? r1 എന്ന് പറയുന്നത് ഇവിടെ 0 അല്ലേ? അപ്പൊ ഈ സാഹചര്യത്തിൽ XCM എന്ന് പറയുന്നതിനെ മൈനസ് m2 x ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? m1 മൈനസ് m2 അല്ലെ? ഇനി ചെയ്ത് നോക്ക്, എന്നിട്ട് ആൻസർ പറ. m2/4 m2/4 മൈനസ് m2. അപ്പൊ ഇവിടെ മൈനസ് m2 എക്സിന് ഡിവൈഡ് എക്സിന് വരെ 6 കൊടുക്കാം അല്ലെ? പിന്നെ ഇവിടെ ആരെ പുറത്തെടുക്കാം? m2നെ പുറത്തെടുത്തു. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? 1/4 മൈനസ് 1 അല്ലേ? ആണോ? 4/3r. 4/3r അല്ലേ? ഹലോ സർ 4/3r 4/3r അല്ലേ? പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഒരു വാല്യൂ എടുത്ത് തെറ്റാണ് തോന്നുന്നു അല്ലേ? m1 അല്ലേ വലിയ മാസ്? തിരിച്ചായിരുന്നു തോന്നുന്നു അല്ലേ? m1 അല്ലേ വലിയ മാസ്? അപ്പൊ നമ്മളെ ഇങ്ങനെയായിരുന്നു കിട്ടിയ തോന്നുന്നു. m2 = 4m1 ആയിരുന്നു കിട്ടിയ തോന്നുന്നു അല്ലേ? ഇവിടെ മറ്റേ പഴയ സാധനത്തില്. അപ്പൊ m2 = 4m1 ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്താളാം അല്ലെ? അപ്പൊ m2ന് പകരം 4m1. അപ്പൊ m1 എന്ന് പറയുന്നത് എന്താണ്? m1 = m2/4. അപ്പൊ ഇവിടെ ചെയ്തപ്പോ ചെയ്യില്ലേ? ഇവിടെ കാൽക്കുലേഷൻ പിന്നെ ശരിയായോ? കിട്ടിയ ഇവിടെ ശരിയായി. അതായത് തെറ്റിച്ച പിന്നെയും ഒന്നുകൂടി തെറ്റിച്ചോ? നമ്മള് m1 എന്ന് പറയുന്നത് അത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഇപ്പൊ എന്താ വരാ? 4 - 1 4 - 1 അല്ലേ? 4 - 1 ആണെങ്കിൽ എന്ത് കിട്ടി? 3 അല്ലേ? m2 കിട്ടൂലേ? അപ്പൊ മൈനസ് എന്ത് കിട്ടും? അവിടെ മൈനസ് വരുന്നതിന്റെ അർത്ഥം? മൈനസ് വരുന്നതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ 0 പൊസിഷൻ ആയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ -r/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് x ആക്സിസ് വിചാരിച്ചോ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് ഒരു r/3 ഡിസ്റ്റൻസിൽ കിട്ടുന്നത്. അപ്പൊ ഒറിജിനിൽ ഇങ്ങോട്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാവിറ്റി അല്ലേ? അപ്പൊ സെന്റർ ഓഫ് മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലേ? -r/3. ഓക്കെ, ദാറ്റ്സ് ദ റീസൺ വി ആർ ഗെറ്റിംഗ് ദ. ഒറ്റ ഡൗട്ട് സർ, അപ്പം ഈ ക്യാവിറ്റി ഇങ്ങനത്തെ സർക്കിൾ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ സെന്ററിലാണോ സെന്റർ ഓഫ് മാസ് ഡയറക്റ്റ് ആയിട്ട്? ക്യാവിറ്റി സിറ്റുവേഷനിൽ സാധാരണ അവർ എവിടുന്നാണ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ചോദിക്കും, പറയും. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സിസ്റ്റത്തിൽ നിന്നാണോ ക്യാവിറ്റി ഉണ്ടാക്കുന്നത് ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിനെ നമ്മൾ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യും. ഒരു വലിയ സാധനത്തിൽ നിന്നല്ലേ കഷ്ണം മുറിക്കാം. ആ വലിയ സാധനത്തിന്റെ സെന്ററിനെ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്തിട്ട് ഉള്ള ആൻസർ. പക്ഷെ സാധാരണ അത് പറയും കേട്ടോ. ഇതൊക്കെ ഓരോ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ഞാൻ
സാർ അതില് ഒരു സാധനല്ലേ സാർ, ഈ ഫോസ്ബറി ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് ഈ ഹൈ ജമ്പിൽ സാർ, ഈ ഫോസ്ബറി ഫ്ലോപ്പ് ഈ ഹൈ ജമ്പിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അതില് സാർ അതിലെ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്താ പറയാ ബോഡിന്റെ പുറത്തേക്ക് പോകുന്നു, അങ്ങനെ എന്തോ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ അതിന്റെ സംഭവം. അതായത് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഓക്കെ. ആ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റൻസിന്റെ സെന്ററിൽ ആവാം, ഔട്ട്സൈഡ് ആവാം, ഇൻസൈഡ് ആവാം. അപ്പം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? അതെ. അപ്പൊ ഹ്യൂമൻ ബീങ്ങിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പം മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും സെന്റർ ഓഫ് മാസിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന ഇതാണ് ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഷേപ്പ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ ഇപ്പൊ നേരെ വെർട്ടിക്കലായിട്ട് സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാവുക, ഏകദേശം കുറച്ച് മേലോട്ടേക്കായിട്ട്. ഇനി ഇതൊരു ഫീമെയിൽ ആണ് വിചാരിച്ചോ. ഫീമെയിൽ ആണെങ്കിൽ നമ്മളിപ്പോ വെറുതെ കാർട്ടൂണായിട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഒരു ഫീമെയിൽ ആണെങ്കിൽ ആ ഫീമെയിലിന്റെ അപ്പർ ബോഡി വെയിറ്റ് മെയിലിന്റെ അത്ര ഉണ്ടാവില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഫീമെയിലിന്റെ സെന്റർ ഓഫ് മാസ് ലേശൂടി താഴെയായിരിക്കും. ഇനി ഒരു മെയില് നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന ഒരു വാളിന്റെ മേലെ ലീൻ ചെയ്തു. വാളിന്റെ മേലെ അയാളുടെ ഫൂട്ട് ഇങ്ങനെ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാള് ഇങ്ങനെ കുനിയാൻ നോക്കുമായിരിച്ചോ. He is trying to bend like this. അയാൾ ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അയാൾ മുന്നോട്ടേക്ക് വീണു പോകും. കാരണം അയാളുടെ സെന്റർ ഓഫ് മാസ് കുറച്ചുകൂടി ഇവിടെയാണ് അല്ലെ. ആ സെന്റർ ഓഫ് മാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളില്ല. അയാൾ കുനിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നാൽ ഇയാളെ ബോഡി പോസ്റ്ററിൽ സെന്റർ ഓഫ് മാസ് അയാളെ ഉള്ളിലാണ് വിചാരിച്ചോ. അയാൾ കുനിയുന്ന സമയത്ത് അയാളുടെ സെന്റർ ഓഫ് മാസ്, ഇയാൾ ഒരു എൽ ഷേപ്പ് സ്ട്രക്ചർ ആയില്ലേ. അപ്പൊ ഇയാളെ എൽ ഷേപ്പ് സ്ട്രക്ചർ ആകുമ്പോൾ ഇയാളെ സെന്റർ ഓഫ് മാസ് കുറച്ച് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സെന്റർ ഓഫ് മാസിനെ സപ്പോർട്ട് ചെയ്യാൻ ഫുഡിന് പറ്റുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, വീണു. ഫീമെയിലിന്റെ സെന്റർ ഓഫ് മാസ് ലേശം ഒരു താഴെയല്ലേ. അപ്പൊ അവര് കുനിയുമ്പോഴും അവരുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ തന്നെ വരാം. അപ്പൊ അവർക്ക് അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ഈ ഹൈ ജമ്പ്, ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അവരെന്ത് ചെയ്യുന്ന അവരെ ബോഡി പോസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. ഇനി അതിനു മുന്നേ നമുക്കിപ്പോ എന്ത് ചെയ്യുന്ന നമ്മളുടെ ഇവിടെ ഇയാളുടെ ഈ കയ്യിൽ ഒരു ഹെവി ആയിട്ടുള്ള ലോഡ് നമ്മൾ കൊടുത്തു വെച്ചോ. ഇയാൾ പിന്നെ എങ്ങനെ തന്നെ അല്ലല്ലോ നിൽക്കുക. അല്ല, അയാൾ എങ്ങോട്ടാ ലീൻ ചെയ്യാം, ആ ലോഡ് ഉള്ള സൈഡിലേക്കാണോ, ലോഡ് ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ അയാളെ ഷോൾഡർ ഡിൽറ്റ് ചെയ്യാം? അതിന്റെ സൈഡിലേക്ക്, ലോഡുള്ള സൈഡിലേക്ക്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ പറഞ്ഞാല്, ഈ ലോജിക്കിൽ എന്താ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാല്, ഇയാളൊരു ബൈലാറ്ററൽ സിമെട്രി ഉള്ള മനുഷ്യനായിരുന്നു ആദ്യം. അതുകൊണ്ടായിരുന്നു അയാളുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അയാളെ സിമെട്രിക്കൽ ലൈനിൽ തന്നെ നിന്നത്. അതുകൊണ്ടായിരുന്നു അയാളുടെ ഫൂട്ടിന് അയാളുടെ സെന്റർ ഓഫ് മാസിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അയാൾ ഒരു ബൈലാറ്ററൽ സിമെട്രി ഉള്ള മനുഷ്യനല്ലാതെയാവും അയാളുടെ കയ്യിൽ ഒരു സൈഡിൽ ഒരു ഹെവി ആയിട്ടുള്ള ലോഡ് വരുമ്പോ സെന്റർ ഓഫ് മാസ് എവിടെയാണോ ആ സൈഡിലേക്ക്, അല്ല മാസ് ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണോ കൂടുതൽ അവിടേക്ക് സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യില്ലേ. അപ്പൊ ഇതിങ്ങനെ ഇവിടെ വരുമ്പോഴേക്ക് അയാളുടെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്തു, കുറച്ച് ആ ലോഡുള്ള സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അയാളെ സ്റ്റെബിലിറ്റി പോയി. അയാൾക്ക് ആ സെന്റർ ഓഫ് മാസിനെ പിന്നെയും തിരിച്ചിട്ട് ആ ഒരു സിമെട്രിക്കൽ ലൈനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം വെച്ചോ. രണ്ട് കാലിന്റെ ഇടയിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളുടെ ബോഡി പോസ്റ്ററിനെ മാറ്റണം. അയാളുടെ ബോഡി പോസ്റ്റർ എങ്ങനെ മാറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യും. എങ്ങോട്ട്? ആ ഒരു വെയിറ്റ് ഉള്ള സൈഡിലേക്കാണോ? ഓപ്പോസിറ്റ് സൈഡിലേക്ക്. എന്നിട്ട് വേണേ ചിലപ്പോ അയാളെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, because he has to shift his center of mass back to the എന്താണ് ആ സിമെട്രിക്കൽ ലൈൻ. അപ്പം ഇതിനാണ് അയാൾ സെന്റർ ഓഫ് മാസ്. അപ്പൊ നമ്മളെ കോമൺ സെൻസിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വെയിറ്റ് ഉള്ള സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വെയിറ്റ് ഉള്ള സൈഡിലേക്ക് വളയാണെങ്കിൽ എന്തായാലും വീണ് പോയി. ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബക്കറ്റ് ഒക്കെ ഉള്ള വെള്ളം നിറച്ചിട്ട് നീ പുറത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ യു ആർ ആക്ച്വലി വാക്കിംഗ് ലൈക്ക് ദിസ്. അതേമാതിരി തന്നെ ഇപ്പം സെന്റർ ഓഫ് മാസ് സിറ്റുവേഷനിൽ ഇപ്പൊ എന്ത് ചെയ്യുന്ന ഞാൻ നീ പറഞ്ഞ ആ ഒരു ടെക്നിക്കൽ ടേം എനിക്ക് അറിയില്ല. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന ഹൈ ജമ്പിലും അതേമാതിരി ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്ന അവര് ഇങ്ങനെ ആദ്യം നിൽക്കും. നിന്നിട്ട് അവർക്ക് മറയണം വിചാരിച്ചോ. മറയണമെങ്കിൽ അവരെന്ത് ചെയ്യുന്ന അവരുടെ ബോഡി പോസ്റ്റർ ആദ്യം ഇങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അവർ മറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവര് കയ്യും കാലും ഇങ്ങനെ അടുപ്പിക്കുകയാണ് ചെയ്യും. ചാടിയിട്ട് കയ്യും കാലും എന്ത് ചെയ്യും, അടുപ്പിക്കും. കയ്യും കാലും അടുപ്പിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്ന അയാളെ സെന്റർ ഓഫ് മാസ് മൊമെന്റുകളിൽ ഇപ്പുറത്തേക്ക് മാറും.
ഓക്കെ. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നാല് അവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും, അപ്പോ ആംഗുലാർ വെലോസിറ്റി കൂടും, ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ. There is no external torque involved. External torque ഇല്ല. ഓക്കെ. External torque ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അവിടുന്ന് ഇങ്ങനെ ബാക്കോട്ടേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് കൈയും കാലും അടുപ്പിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു, മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞു. ഓക്കെ. കാരണം മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² അല്ലേ, റേഡിയൽ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയില്ലേ. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ, എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ എന്ത് ചെയ്യും, ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ i⍵ കോൺസ്റ്റന്റ്. ഓക്കെ. അപ്പം ഐ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒമേഗ കൂടും. ഒമേഗ കൂടുന്ന പറഞ്ഞാൽ അയാളുടെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കൂടിയിട്ട് അയാൾക്ക് കറങ്ങാൻ പറ്റും. ഇനി നോക്കി നോക്കേണ്ടി ജിംനാസ്റ്റിക്സിന്റെ സമയത്തൊക്കെ അതല്ലേ ചെയ്യുന്ന ആൾക്കാര് അല്ലെ. ഇതേമാതിരി തന്നെ ഹൈ ജമ്പിന്റെ അല്ലെ ലോങ് ജമ്പിന്റെ സമയത്തൊക്കെ അവർ എന്താ ആക്ച്വലി ചെയ്യാന്ന് പറഞ്ഞാല് അവർ ആദ്യം മാക്സിമം ഹൈറ്റ് എത്താൻ നോക്കും. മാക്സിമം ഹൈറ്റ് എത്താൻ നോക്കുന്ന സമയത്ത് അവരിങ്ങനെ ഇങ്ങനെ വെന്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഈ ഒരു രീതിയിൽ അവരെ ബോഡി പോസ്ചർ മാറ്റും അല്ലെ. ഈ ഒരു രീതിയിൽ അവരെ ബോഡി പോസ്ചർ മാറ്റുന്ന സമയത്ത് അവരുടെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് പോകും. സെന്റർ ഓഫ് മാസ് ഇവിടുന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടേക്ക് എത്തും. സെന്റർ ഓഫ് മാസ് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് ആണ് സ്റ്റെബിലിറ്റി അല്ലെ നമ്മളെ ഒരു മോഷന്റെ ഓവറോൾ മോഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അവർ എന്ത് ചെയ്യുന്ന അവരെ ബോഡി പോസ്ചർ എന്ത് ചെയ്യും, ആ സെന്റർ ഓഫ് മാസിനെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരെ ബോഡി പോസ്ചർ മുന്നോട്ടേക്ക് നീക്കുകയും ചെയ്യാം. അപ്പൊ അവിടെ അതായിരിക്കും മാക്സിമം ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഐ എം നോട്ട് ക്ലിയർലി അവെയർ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പം ഇതാണ് അതിന്റെ കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെ ഒറ്റൊരു കാര്യം കൂടി സാർ, ഈ ജെറ്റിലൊക്കെ, ജെറ്റ് അല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്പേസ് ഷിപ്പിലൊക്കെ ഒരു സൈഡിലേക്ക്